ഇത്തരം തെറ്റായ നിലപാടുകളെയും സമീപനങ്ങളെയും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിന് നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിക്കുന്നതിന് സഖാവ് ജയരാജനെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുക. ദല്ലാൽ നന്ദകുമാറിനെ പോലെയുള്ളവരുമായുള്ള ബന്ധം ഇങ്ങനെയാണ് പ്രശ്നങ്ങളായിട്ട് വരിക എന്ന് അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു. അത് ഞങ്ങൾ പൊതുവായിട്ട് ചർച്ച ചെയ്തപ്പോഴത് ശരിയാണ്. നന്ദകുമാറുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെ മുമ്പേ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സഖാവ് ജയരാജനും ചൂണ്ടിക്കാണിച്ചത്. നമസ്കാരം. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി EP ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച തെറ്റല്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ദല്ലാൽ നന്ദകുമാറുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഫലത്തിൽ EPക്കെതിരെ ഇക്കാര്യങ്ങളിൽ നടപടിയൊന്നും ഉണ്ടാകില്ല. അത്ര ലഘുവാണോ EP നടത്തിയ തുറന്നു പറച്ചിൽ? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് റിജിൽ മാക്കുറ്റി, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, BJP വക്താവ് പ്രിന്റു മഹാദേവ് എന്നിവർ. ആദ്യം റിജിലേക്ക്. റിജിൽ, BJP ബാന്ധവത്തിന് അംഗീകാരം നൽകുകയാണ് ഇന്ന് CPM ചെയ്തതെന്നാണ് VD സതീശൻ്റെ ആരോപണം. അതെന്തുകൊണ്ടാണ് അങ്ങനെ കടന്നാരോപിക്കുന്നത്? ശ്രീ അജിംസ, യഥാർത്ഥത്തിൽ ഈ വിഷയത്തിനകത്ത് EP ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും നടത്തിയ ഒരു കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ച വളരെ ലഘുവായിട്ടാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് കണ്ടത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണേണ്ടി വന്നത് എന്ന ചോദ്യത്തിനും ഉത്തരം, EP ജയരാജനെതിരായി ഏതെങ്കിലും തരത്തിൽ പാർട്ടി നടപടിയെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ EP ജയരാജന് എതിരായിട്ടുള്ളൊരു നടപടി സെക്രട്ടേറിയറ്റിനകത്ത് വന്നെങ്കിൽ EP ജയരാജൻ എന്തൊക്കെ പറയുമെന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്കുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇക്കാലം അത്രയും പല വിഷയത്തിനകത്തും രക്ഷിച്ചു കൊടുത്തതും സംരക്ഷിച്ചു കൊടുത്തതും അതിൻ്റെ ദല്ലാളായി നിന്നതുമെല്ലാം EP ജയരാജനാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. VS പിണറായി പോരിൽ പിണറായിയുടെ കൂടെ നിന്ന് അതിശക്തമായി പിണറായിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് EP ജയരാജൻ പല വിഷയത്തിനകത്തും, പാർട്ടിക്ക് നിരക്കാത്ത പല വിഷയത്തിനകത്തും ഇടപെട്ടപ്പോഴും പല രൂപത്തിലുള്ള അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴും വായി തുറക്കാൻ പിണറായി വിജയൻ സാധിക്കാത്തത് പോലെ തന്നെയാണ് EP ജയരാജനും പ്രകാശ് ജാവ്ദേക്കറുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ഒരു നടപടിയെടുക്കാൻ പാർട്ടിക്ക് സാധിക്കാതെ എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, ഇതിൻ്റെ അകത്ത് യഥാർത്ഥ പ്രശ്നം, പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറയുന്ന BJP നേതാവ് ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റ് റെയിൽവേ സ്റ്റേഷനകത്തോ അല്ലെങ്കിൽ എയർപോർട്ടിലോ ഒന്നും അല്ലല്ലോ കണ്ടത്. EP ജയരാജൻ്റെ മകൻ ജിതിന്ദ് രാജ് താമസിക്കുന്ന ആക്കുളത്തെ ഫ്ലാറ്റിൽ ആ ജിതിന്ദ് രാജിൻ്റെ മകൻ്റെ ബർത്ത്ഡേ നടക്കുന്ന സമയത്താണ് ഇദ്ദേഹം അവിടെ പോകുന്നത്. അങ്ങനെ പോകണമെങ്കിൽ എന്താണ് EP ജയരാജനും അതോടൊപ്പം EP ജയരാജനും ഈ പറയുന്ന പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള ബന്ധമെന്നതിനെ കുറിച്ചുള്ള ചർച്ചയുണ്ട്. അപ്പോൾ EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു മാർച്ച് 1-ാം തീയതി അദ്ദേഹം പറഞ്ഞ കാര്യം ആണെങ്കിൽ മാർച്ച് 1-ാം തീയതിയാണ് 2021 മാർച്ച് 1-നാണ് അദ്ദേഹത്തിൻ്റെ വൈദേഹ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വന്നപ്പോൾ ED അന്വേഷിക്കാൻ വന്നത്. 5-ാം തീയതിയാണ് ഈ ബർത്ത്ഡേ നടക്കുന്നത്. 5-ാം തീയതിയാണ് ഈ പ്രകാശ് ജാവ്ദേക്കർ അവിടെ എത്തുന്നത്. സ്വാഭാവികമായിട്ടും EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ അഴിമതി പണം, പ്രത്യേകിച്ച് അദ്ദേഹം മന്ത്രിയായ സമയത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോടാനുകോടി രൂപ, അതിൻ്റെ പേരിൽ അതുണ്ടാക്കുകയും അത് ഭാര്യയുടെയും മകൻ്റെയും പേരിൽ തന്നെ റിസോർട്ട് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ആക്കുളത്തെ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ EP ജയരാജൻ്റെ മകൻ്റെ പേരിലാണ് ആ ഫ്ലാറ്റ്. മകൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ മകൻ്റെ ജോലി അഖിൽ ക്ലാസിക് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ മാനേജറാണ്. ഈ ജിതിന്ദ് രാജ് മുൻകാലത്ത് ദുബായിൽ വർക്ക് ചെയ്തു. അദ്ദേഹം സാമ്പത്തികമായ ഒരു വിഷയത്തിനകത്ത് അവിടെ നിന്ന് വലിയ കേസിലൊക്കെ പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നൊരു ചെറുപ്പക്കാരനാണ്. അങ്ങനെയുള്ള ചെറുപ്പക്കാരന് 2 കോടി വിലമതിക്കുന്ന ഒരു ഫ്ലാറ്റ്, ആഡംബര ഫ്ലാറ്റ് എടുക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. തീർച്ചയായും ജയരാജൻ്റെ ഈ 2-ാം ടേമിലുള്ള മന്ത്രിസ്ഥാനത്തിന് ശേഷം അദ്ദേഹം ഉണ്ടാക്കി വെച്ച പണം, പ്രത്യേകിച്ച് കോറി മാഫിയയിൽ നിന്നും അതോടൊപ്പം തന്നെ കിൻഫ്ര ഭൂമി ഇടപാട് ഉൾപ്പെടെ ബന്ധപ്പെട്ട പല വിഷയത്തിനകത്ത് വലിയ രൂപത്തിൽ സാമ്പത്തികം അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നാട്ടിലെല്ലാവർക്കും അറിയാം. ആ പണം വെളുപ്പിക്കാനാണ്, ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം ഫ്ലാറ്റുകളും അതോടൊപ്പം റിസോർട്ടുകളൊക്കെ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി ഈ വിഷയത്തിനകത്ത് EDയുടെ അന്വേഷണം അതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ED വന്നാൽ ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കൃത്യമായ കണക്ക് കാണിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വരും എന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ടാകും. അപ്പോൾ ആ ഭയം ഇല്ലാതിരിക്കാനുള്ള വഴി എന്താണ്? BJP നേതൃത്വവുമായി ബന്ധപ്പെടുക. അതിന് ദല്ലാൽ നന്ദകുമാരനെ ഉപയോഗിച്ചുകൊണ്ട് BJP നേതൃത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്വാധീനിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് BJPയുടെ നയം. അതെല്ലാ സ്ഥലത്തും അവർ നടത്തുന്നുണ്ട്. തങ്ങളുടെ പാർട്ടിയിലേക്ക് ആളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമ്പോൾ ജയരാജനെ പോലെയുള്ള ഒരു ഉന്നതനായ നേതാവ് ഇങ്ങനെ പെട്ടുകിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ സ്വാധീനിച്ച് ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള ഒരു വലിയ ചർച്ച അതിനകത്ത് നടന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് പ്രകാശ് ജാവ്ദേക്കർ അവിടെ പോകുന്നത്. സ്വാഭാവികമായും അതിനുശേഷമാണ് EP ജയരാജനും അദ്ദേഹത്തിൻ്റെ റിസോർട്ടും
നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖറുമായി തിരുവനന്തപുരത്തുള്ള BJPയുടെ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറുമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ഇ പി ജയരാജൻ്റെ ഭാര്യയുമായി ഈ വൈദേഹവും നിരാമയും ഒന്നിച്ച് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ബിസിനസ് ആരംഭിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇതിനകത്ത് വലിയ അന്തർധാരകളുണ്ട്. അപ്പോൾ ആ അന്തർധാരകളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ പിണറായി വിജയൻ അന്ന് ശിവനെയും പാവിയൊക്കെ പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ പാവി ആരാണ് ശിവനെന്ന് അന്വേഷിക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ പാവിയെ തള്ളാനും പറ്റില്ല, പിന്നെ അല്ലെ പാവി എന്ന് പറഞ്ഞ് അതിനകത്ത് രക്ഷപ്പെട്ടു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് കടത്തി പറയാൻ അതിനകത്ത് നടപടിയെടുക്കാൻ തീർച്ചയായും പിണറായി വിജയന് സാധിക്കാത്തൊരു സാഹചര്യം പിണറായി വിജയൻ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അഴിമതിയും അദ്ദേഹത്തിന്റെ കേസുകളും ഒക്കെ തന്നെ നമ്മുടെ സിദ്ധാന്തം ശരിയാവണമെങ്കിൽ നോക്കൂ, റിജിൽ പറയുന്നൊരു സിദ്ധാന്തം ശരിയാവണമെങ്കിൽ ഇ പി ജയരാജൻ കുറച്ച് വൾണറബിലിറ്റി ഉണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഈ റിസോർട്ട് സംബന്ധിച്ച് പാർട്ടിക്കകത്ത് ചില ചോദ്യങ്ങൾ ഉയർന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ EDയുടെ IT ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡ് നടന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വൾണറബിൾ സിറ്റുവേഷനിൽ അദ്ദേഹത്തെ BJPയിലേക്ക് കൊണ്ടുപോകാനായിരിക്കുമല്ലോ BJPയുടെ ലക്ഷ്യം. പക്ഷേ അദ്ദേഹം ഇപ്പോഴും CPM തന്നെയാണ്, LDF കൺവീനറാണ്. അപ്പോൾ ഈ നീക്കങ്ങൾ കൊണ്ടൊക്കെ BJPക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്? അല്ലല്ലോ, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ BJPയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതും അതോടൊപ്പം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കേരളത്തിൽ CPM BJP ഡീലുണ്ട്, ചില സീറ്റുകളുമായി ബന്ധപ്പെട്ട ധാരണയുണ്ട് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഞങ്ങൾ കൃത്യമായ കാര്യമുണ്ടല്ലോ. K മുരളീധരൻ മത്സരിച്ചിരുന്ന വടകരയിൽ അതിന് കൃത്യമായ തെളിവുണ്ടായിരുന്നു. വടകരയിൽ മുരളീധരൻ തോൽപ്പിക്കണം എന്നുള്ളത് വളരെ കൃത്യമായി BJPയുടെയും സംഘപരിവാർ നേതൃത്വം തീരുമാനിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് BJPയുടെ സംസ്ഥാന നേതാക്കൾ തന്നെ ഒരു വർഷമായി വടകരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ശൈലജ ടീച്ചർ ഉൾപ്പെടെ സ്ഥാനാർത്ഥി തന്നെ വടകരയിൽ വന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ രൂപത്തിൽ RSSുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് എന്നതിനെ കുറിച്ച് ഒക്കെ ഞങ്ങൾക്ക് ധാരണയുണ്ട്. അപ്പോൾ ആ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം വടകരയിൽ നിന്ന് മാറി തൃശ്ശൂരിലേക്ക് പോയപ്പോഴാണ് പ്രത്യേകിച്ച് അവരുടെ ഡീല്, പ്രത്യേകിച്ച് മുരളീധരൻ തോൽപ്പിക്കുക, തൃശ്ശൂരിൽ പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്നുള്ള ധാരണയൊക്കെ ഇവരെടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആ ഡീൽ ഉൾപ്പെടെ പ്രത്യേകിച്ച് ഞങ്ങളെ സഹായിച്ചാൽ നിങ്ങൾക്ക് ഒന്നിക്കൽ നിങ്ങൾ പിന്നെ പ്രത്യേകിച്ച് CPMനകത്ത് നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു നേതാവാണ് ജയരാജൻ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ആ പാർട്ടിക്കകത്ത് ഗോവിന്ദ മാഷുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ കണ്ണൂരിലും കേരളത്തിലും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഒന്നുകിൽ ഇ പി ജയരാജനെ BJPയിൽ എത്തിക്കുക, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഡീൽ ശക്തമായി മുമ്പോട്ട് പോവുക. ആ ഡീലിന് പറ്റിയതാണ് പിണറായി വിജയന്റെ മാസപ്പടി ഉൾപ്പെടെ ഒരു വിഷയമുണ്ടല്ലോ. ഈ കേസുകളൊക്കെ EDയുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെ എത്തിയെന്ന ചോദ്യത്തിന് ഉത്തരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലല്ലോ. സ്വാഭാവികമായും ഈ CPM നേതൃത്വം പിണറായി വിജയനും ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള CPM നേതൃത്വം നടത്തിയിട്ടുള്ള ഏറ്റവും അഴിമതി, ആ അഴിമതി മൂടിവെക്കുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ BJP നേതൃത്വവുമായി പങ്കുകച്ചവടം നടത്താനും കൂട്ടുകച്ചവടം നടത്താനും ബിസിനസ് നടത്താനും ഒരു മടിയുമില്ല എന്ന് തെളിയിക്കുകയാണ് ശ്രീ അജിംസെ. ഞാൻ ചോദിക്കുന്നു, കണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എത്രയോ CPMന്റെ പ്രവർത്തകന്മാർ ബോംബ് കെട്ടിയും അതോടൊപ്പം തന്നെ പിന്നെ കൊലപാതക കേസിന് ജയിലിൽ കിടക്കുന്നു. എത്ര രക്തസാക്ഷികൾ പിന്നെ RSസുകാരെ കൊല്ലപ്പെട്ട രക്തസാക്ഷികളുണ്ട്. റിജിലും മനോജും ഇ പി ജയരാജന്റെ വീട്ടിനടുത്തുള്ള CPMന്റെ 2 രക്തസാക്ഷികളാണ്. KV സുധീഷിന് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഇവർ പറയാറുണ്ടല്ലോ. RSനെതിരായി ഞങ്ങളാണ് പോരാട്ടം നടത്തുന്നത്, ഞങ്ങളാണ് രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുഴുവൻ ഞങ്ങൾക്കെതിരായി വലിയ രൂപത്തിൽ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നുള്ള വലിയ ക്യാമ്പയിൻ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു ഉളുപ്പും ഒരു നാണവും ഒരു മാനവുമില്ലാതെ BJPയുടെ അഖിലേന്ത്യാ നേതാവ് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായിട്ടുള്ള ഈ പറയുന്ന ജാവേദ്കർ ഇ പി ജയരാജന്റെ വീട്ടിലേക്ക് ചായ കുടിക്കാൻ വരുന്നെന്ന് പറയുമ്പോൾ അത് കേവലം ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്നല്ല. സ്വാഭാവികമായും ബർത്ത്ഡേ പാർട്ടിക്കാണ് വരുന്നത്, ക്ഷണിക്കാതെ ഒരാൾ കയറി വരുമോ? അല്ലെങ്കിൽ ഈ ജാവേദ്കറിന്റെ വണ്ടി അതിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ ടയർ പഞ്ചറായി, അപ്പോൾ ഇ പി ജയരാജൻ ഫ്ലാറ്റിൽ ഇരിക്കുന്നു, അദ്ദേഹത്തെ കാണാൻ പോയി ഒരു നാരങ്ങ വെള്ളം കുടിച്ച് പോയതൊന്നുമല്ലല്ലോ. വളരെ കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് ധാരണയുടെയും ഡീലിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരു മാസങ്ങളായി നടത്തിയിട്ടുള്ള ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നന്ദകുമാർ എന്ന് പറയുന്ന ഈ ദല്ലാൾ ഈ പ്രകാശ് ജാവേദ്കറെ ജയരാജന്റെ മകന്റെ ഫ്ളാറ്റിൽ എത്തിച്ചത് എന്നുള്ളതാണ് വസ്തുത. അത് പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായി അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത രൂപത്തിൽ, പ്രത്യേകിച്ച് നടപടിയെടുക്കാൻ ഇ പി ജയരാജനെതിരായി എന്തെങ്കിലും തരം നടപടിയെടുക്കാൻ സാധിക്കാത്ത രൂപത്തിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, തോളോളം പോയവൻ മുട്ടോളം പോയവന്റെ കഥ പറയുമെന്ന് ചോദിച്ചപ്പോൾ ജയരാജനേക്കാളും വലിയ രൂപത്തിൽ പിണറായി വിജയൻ കുടുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് തമ്മിൽ ഞങ്ങളങ്ങ് കോംപ്രമൈസ് ആക്കി എന്ന രൂപത്തിലേക്ക്, ഞങ്ങളങ്ങ് സെറ്റിൽ ചെയ്തു എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നതാണ്. യഥാർത്ഥത്തിൽ CPMനകത്ത് ഈ വിഷയം ഇതിനകത്ത് ശക്തമായ രൂപത്തിൽ പ്രതിഷേധം ആ പാർട്ടിക്കകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് BN അസ്കർ, CPMനെ സംബന്ധിച്ച് അതിന്റെ പാർട്ടി സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തൊരു വിഷയമാണ്. ആ ചർച്ച ചെയ്ത വിഷയത്തിൽ രാഷ്ട്രീയ എതിരാളികളായ BJPയുടെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് പാർട്ടിക്ക് ഒരു പ്രശ്നമായി തോന്നില്ല. കാരണം മുഖ്യമന്ത്രി അതിന് മുമ്പ് തന്നെയായിരിക്കും, ഞാനും കാണാറുണ്ടല്ലോ പ്രകാശ് ജാവ്ദേക്കറെ. അപ്പോൾ സ്വന്തം ഫ്ളാറ്റിലേക്ക് പ്രകാശ് ജാവ്ദേക്കർ എത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയം ചർച്ച ചെയ്തു എന്ന ഒരു ആരോപണം അത് അദ്ദേഹം കൂടി സമ്മതിച്ചതാണ്. മറ്റൊരു ആരോപണം ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത് അങ്ങനെയല്ല. തൃശ്ശൂർ രാമനിലയത്തിൽ വെച്ച് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനുമായി പോലും ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തി, ഡൽഹിയിലെത്തി BJPയിൽ ചേരാൻ ശ്രമിച്ചു, ഒരു ഫോൺ കോൾ ഭീഷണി കണ്ട് അദ്ദേഹം മടങ്ങിയെന്നൊക്കെയാണ് ആരോപണം.
അപ്പോൾ അത് അത്ര പ്രശ്നമല്ല. ജാവ്ദേക്കറെ കണ്ടത് പ്രശ്നമല്ല. പക്ഷേ ഈ പറയുന്ന ദല്ലാൽ നന്ദകുമാറിനെ കണ്ടതാണ് പ്രശ്നം. ദല്ലാൽ നന്ദകുമാറിനെ ഇപ്പോഴല്ല കാണുന്നത്, ഇതിന് മുമ്പും അദ്ദേഹത്തിന് സുഹൃത്താണ്. മുമ്പൊന്നുമില്ലാത്ത വിധം ഇപ്പോൾ ദല്ലാൽ നന്ദകുമാറിനെ തള്ളിപ്പറയുക, അല്ലെങ്കിൽ അദ്ദേഹവുമായി കൂടിയേക്കരുത് എന്ന് പറയുക, പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് നോർമലൈസ് ചെയ്യുക, ഇതെന്ത് രാഷ്ട്രീയമാണ് ശ്രീ അസ്കർ? അജിംസെ, ഈ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരികയും ചില മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു വലിയ അപകടം എന്ന് പറയുന്നത് ഒരു നാണയത്തുട്ടിന്റെ വിസ്തൃതിയിൽ മാത്രമാണ് ഈ നിലപാടുകളെ നിങ്ങൾ ചുരുക്കിക്കാണുന്നിടത്താണ്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കേരള പ്രഭാരിയായിട്ടുള്ള ജാവ്ദേക്കർ, അദ്ദേഹം ഒരു വാണിഭക്കാരന്റെ മിനിമം ഗ്യാരണ്ടിയോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ വിലയ്ക്ക് വാങ്ങുകയും പ്രലോഭിപ്പിച്ചും തങ്ങൾക്കൊപ്പം ചേർത്തു നിർത്തുന്നതിനു വേണ്ടി അധികാരത്തിന്റെ ഇടനാഴികളിൽ എല്ലാ കാലത്തും സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് ദല്ലാൾ എന്ന് പറയുന്ന ഒരാളാണെന്നും അങ്ങനെ ദല്ലാളായിട്ടുള്ള വെറുക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ഉറ്റ ചങ്ങാതിയായി ഈ ജാവ്ദേക്കർ മാറി, ആ ജാവ്ദേക്കർ വന്ന് കണ്ട് ആളുകളെ വിളിച്ചു തങ്ങളുടെ പാർട്ടിയിലേക്ക് എത്തിക്കുന്ന ഗതികെട്ട രാഷ്ട്രീയം നടത്തുന്ന BJPക്കെതിരെ നിങ്ങൾ ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ അത്തരം ഒരു വിമർശനം ഉന്നയിക്കുകയും ചെയ്യാൻ കോൺഗ്രസിന് ധൈര്യമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ചർച്ചകൾ വരുന്നത്. ജാവ്ദേക്കറുമായി EP നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നും അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് ഇത് ചർച്ച ചെയ്തപ്പോൾ പാർട്ടിക്ക് EP പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുള്ളത്. ജാവ്ദേക്കറുമായിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് 4 മിനിറ്റ് മാത്രമായിരുന്നു. ഒരു പരിചയമുള്ള വ്യക്തി ഒരാൾ, ഞാനിപ്പോ അങ്ങ് എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പൊ റിജിലിനോടാണെങ്കിൽ എനിക്ക് റിജിലിനെ പരിചയമുണ്ട്, ഞാൻ ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എവിടെയുണ്ട്, എനിക്കൊന്ന് വന്ന് കാണണം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ എന്നോടൊപ്പം ഉണ്ടാവുന്നത് CPMന്റെ കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറിയുമായിട്ടാണ് ഞാൻ വരുന്നത്, റിജിലിനെ ഞാൻ എന്റെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനാണ് എന്ന അർത്ഥത്തിൽ നമുക്കങ്ങനെ വ്യാഖ്യാനിക്കാനാവൂ? അങ്ങനെയല്ലല്ലോ ഇതിനെ കാണേണ്ടത്. ഇതിനെ കാണേണ്ടത് മറ്റൊരർത്ഥത്തിലാണ്. EP പോലുള്ള ഒരു വ്യക്തി, അദ്ദേഹം തന്റെ പൊതുജീവിതം ഏതു നിമിഷവും കൊല്ലപ്പെടുമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷി കൂടിയാണ്. ഏതു നിമിഷവും കൊല്ലപ്പെടും എന്നൊരു സാഹചര്യത്തിൽ കണ്ണൂരിലെ പാർട്ടിയെ പ്രതിരോധത്തിന്റെ ശക്തമായ നിര തീർത്ത ഒരു നേതാവാണ്. കേരളത്തിലെ CPM പ്രവർത്തകർക്ക് ഇടയിൽ, CPM അനുഭാവികൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം അത്തരത്തിലുള്ളതാണ്. ഒരു വിഗ്രഹവൽക്കരിക്കപ്പെട്ട ആരാധനാമൂർത്തിയായി ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു ദിവസം ഒരു പ്രഭാരി വന്ന് സംസാരിച്ചാൽ BJPയുടെ പാളയത്തിലേക്ക് പോകുമെന്ന് കരുതാനാവില്ല. മാത്രമല്ല, നമുക്ക് ഫാക്സ് വെച്ച് പരിശോധിച്ചാൽ രാമനിലയത്തിലെ രേഖകൾ, നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഉള്ളതല്ലേ, രാമനിലയത്തിലെ രേഖകൾ പരിശോധിച്ചാൽ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച രാമനിലയത്തിൽ നടന്നിട്ടുണ്ടെങ്കിലോ ലളിത് ഹോട്ടലിലെ വിസിറ്റേഴ്സ് രജിസ്റ്റർ പരിശോധിച്ചാൽ കൃത്യമായിട്ട് അത് ബോധ്യപ്പെടാവുന്നതല്ലേ ഉള്ളൂ. ലളിത് ഹോട്ടലിലൊക്കെ ഒരു വ്യക്തികൾക്ക് കടന്നു ചെല്ലണമെങ്കിൽ കൃത്യമായ രജിസ്റ്റർ രേഖപ്പെടുത്തി വേണം കടന്നു ചെല്ലാൻ. അപ്പോൾ അങ്ങനെ ആ ദിവസത്തെ രജിസ്റ്റർ പരിശോധിച്ചാൽ കൃത്യമായി അറിയാം. മാത്രമല്ല EP 2 കൊല്ലമായി ദില്ലി പോയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് വിമാനമാർഗത്തിലെ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ദില്ലിയിലേക്ക് പോകുന്ന വിമാന രേഖകൾ പരിശോധിച്ചാൽ ഇപ്പോഴും നിങ്ങൾക്കത് പൊതുമധ്യത്തിൽ കൊണ്ടുവരാവുന്ന കാര്യമാണ്. അപ്പോൾ വസ്തുതാവിരുദ്ധമായി ഒരു വ്യക്തി പറയുന്നത്, അതുകൊണ്ടാണല്ലോ പാർട്ടി തീരുമാനമെടുത്ത് അദ്ദേഹത്തിന് അനുമതി കൊടുത്തത്. ഈ വസ്തുതാവിരുദ്ധമായിട്ടുള്ള പരാമർശം നടത്തിയിട്ടുള്ള വ്യക്തികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് EP പാർട്ടി അനുമതി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. പാർട്ടിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അദ്ദേഹത്തെ ഒരു മാപ്രസിദ്ധീകരണം നടത്തുന്ന അത്തരത്തിലൊരു തരത്തിലുള്ള പ്രചരണ വേലകൾ അദ്ദേഹത്തിനെതിരെ നടത്തിയിരിക്കുന്നു. ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയാണ്. എന്ത് രാഷ്ട്രീയ സിദ്ധാന്തമാണ് ഇത്? EP പോലൊരു വ്യക്തി അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് CPM വിട്ട് അദ്ദേഹം ജീവാത്മാവും പരമാത്മാവുമായി കരുതുന്ന ഈ പാർട്ടിയെ വിട്ട് അദ്ദേഹത്തിന് പോകാൻ കഴിയൂ? അങ്ങനെ പോകാൻ കഴിയുന്ന വ്യക്തിയൊന്നും അല്ല EP. അതിന് എന്ത് പ്രലോഭനം കൊടുത്താലും അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സംരക്ഷണവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള സ്ഥാനമാനങ്ങളും ഒക്കെ BJPക്ക് എന്താ നൽകാൻ കഴിയുക? കേരളത്തിലെ ദശലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി അംഗങ്ങളുടെ മനസ്സുകളിലുള്ള സ്ഥാനം BJPയിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുമോ? അങ്ങനെ അദ്ദേഹത്തിന് പോകാൻ കഴിയുമോ? അങ്ങനെ പോകാൻ കഴിയില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. മാത്രമല്ല, ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് വളരെ കൃത്യമായി അദ്ദേഹം പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പാർട്ടിക്ക് ഇക്കാര്യം ബോധ്യപ്പെട്ടിട്ടുള്ളത്. പാർട്ടിക്ക് ഇക്കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു. നമ്മളെക്കാളൊക്കെ ബുദ്ധിയുള്ളതും നമ്മളെക്കാൾ അനുഭവ സമ്പത്തുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അത് കൃത്യമായി അദ്ദേഹത്തിനെതിരെ ഇതൊരു ഗൂഢാലോചനയാണെന്നും
ഈ ഗൂഢാലോചന സിദ്ധാന്തം ഇറക്കിയിട്ടുള്ള ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അല്ലാതെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പോലെ 3 ഇടത്ത് വെച്ച് അദ്ദേഹം ഇങ്ങനെ ചർച്ച ചെയ്യാനും അങ്ങനെ 3 ഇടത്ത് വെച്ച് അദ്ദേഹം പാർട്ടിയിലേക്ക് കൊണ്ട് നമുക്കറിയാലോ ഇപിക്കൊപ്പം ഒരു PSO ഉണ്ട്. അത്തരത്തിലൊരു PSO ഉള്ളിടത്തോളം കാലം അദ്ദേഹം എവിടെ പോയാലും ആ വിവരം കൃത്യമായി സംസ്ഥാന ഇന്റലിജൻസിനും ഗവൺമെന്റിനും അറിയാൻ കഴിയും, പോലീസ് സേനയ്ക്ക് അറിയാൻ കഴിയും. അതൊന്നും മറച്ചു വെക്കാൻ കഴിയുന്ന കാര്യമൊന്നല്ല. അപ്പോ അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ചർച്ച നടത്താൻ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ഇന്റലിജൻസ് അറിയും, പാർട്ടി അറിയും. അദ്ദേഹത്തോടൊപ്പമുള്ള പാർട്ടിയുടെ പ്രവർത്തകരാണ് അദ്ദേഹത്തിനോടൊപ്പം ഉള്ളത്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പാർട്ടിക്ക് അറിയാൻ കഴിയും. അപ്പൊ അങ്ങനെ ഒരു ചർച്ചയും അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാര്യം മാത്രമല്ല, അദ്ദേഹത്തോടെ ഒരു പൊതുജീവിതം നയിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാനേ നമുക്ക് തരുള്ളൂ. മാത്രമല്ല, നമുക്ക് കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ പരിശോധിച്ച് നോക്കിയാൽ EP വളരെ നിഷ്കളങ്കമായി ജനങ്ങളുമായി ഇടപെടുന്ന ആളാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത ഒരു ദൗർബല്യമായി കണ്ട് ചില കളങ്കിത വ്യക്തികൾ അദ്ദേഹത്തെ പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു പെടുത്തലായിരുന്നു ഈ ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ബന്ധം. അത് അദ്ദേഹം മുറിച്ചു കഴിഞ്ഞു. അങ്ങനെ വെറുക്കപ്പെട്ടവരുമായി ബന്ധം പാടില്ലെന്ന് പാർട്ടി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിനു മുമ്പേ തന്നെ അദ്ദേഹത്തിന് ദല്ലാൽ നന്ദകുമാറിന്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ ബന്ധം ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് സഖാവ് പിണറായി വിജയൻ പരസ്യശാസ്ത്രയിലൂടെ അദ്ദേഹത്തെ ശാസിക്കുന്നതിന് അടക്കം തയ്യാറായിട്ടുള്ളത്. അപ്പൊ ആ ബോധ്യമെങ്കിലും നമുക്ക് വേണം. അല്ലാതെ കുറ്റിയിലടിച്ച പശുവിനെ പോലെ ഈ വിഷയത്തിൽ കൃത്യമായി ഇതെന്തോ ഡീലാണെന്നും മുൻകൂർ വടകരയിൽ ഞങ്ങൾ സഹയാത്ര പ്രശ്നമാണെന്ന് പാർട്ടിക്ക് തോന്നിയത് ഇപ്പോഴാണോ? ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. അദ്ദേഹം ഗോവിന്ദ മാസ്റ്ററുടെ യാത്ര സ്കിപ്പ് ചെയ്ത് ഈ ദലാൽ നന്ദകുമാറിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അന്നേ മാധ്യമങ്ങൾ വാർത്ത കൊടുത്താണ്. അന്നൊന്നുമില്ലാത്ത പ്രശ്നം ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ മാത്രം ഉണ്ടായതാണോ? ഇനി തിരുത്തണം, ഇനി കൂട്ടുകൂടരുതെന്നാണോ പറഞ്ഞത്? അങ്ങനെയല്ല. അങ്ങനെ ഗോവിന്ദ മാസ്റ്റർ നടത്തിയിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് അതിൽ കൃത്യമായി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനിച്ച സ്ഥിരം ജാഥാംഗങ്ങളും ജാഥാ ക്യാപ്റ്റനും ഉണ്ട്. ആ ജാഥയിൽ EP ഒരു ജാഥാംഗമല്ല. മാത്രമല്ല, ആ ജാഥയിൽ എവിടെയൊക്കെ ആരൊക്കെ പങ്കെടുക്കണമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സമിതിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ സംസ്ഥാന സമിതി തീരുമാനിച്ചെടുത്ത് EP പങ്കെടുത്തിട്ടുണ്ട്. അല്ല, ജാഥയിൽ ഫുൾ ടൈമായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കാൻ തീരുമാനിക്കുകയോ യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയോ ചെയ്ത വ്യക്തിയായിരുന്നില്ല EP പങ്കെടുക്കേണ്ടത് തൃശ്ശൂരിലാണെന്ന് പാർട്ടി നേരത്തെ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തൃശ്ശൂരിൽ പങ്കെടുത്തു. ഇന്നലെ നിങ്ങൾ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തത് എന്താ? പല മാധ്യമങ്ങളും പറഞ്ഞത് EP ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല, അദ്ദേഹം തീവണ്ടി മാർഗം വരുന്നതിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല എന്നൊക്കെയല്ലേ. അദ്ദേഹം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തു. അപ്പൊ നിങ്ങൾ ഭാവനാ ലോകത്ത് CPMന്റെ നേതാക്കന്മാരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ ഒറ്റതിരിഞ്ഞ് CPM നേതാക്കന്മാരെ ആക്രമിക്കുന്നത് വഴി CPMനെ തകർത്തു കളയാമെന്ന വ്യാമോഹത്തിന്റെ ഭാഗമായി നടത്തുന്ന ദുരാരോപണങ്ങൾ മാത്രമാണ്. ഈ ദുഷ്പ്രചരണങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്നേ. ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ വൈദേഹം റിസോർട്ടിന്റെ പേര് പറയുന്നു, ED അന്വേഷണം പറയുന്നു, CBI എൻക്വയറി പറയുന്നു. ഇതൊക്കെ കെട്ടുകഥകളാണെന്ന് എത്ര കാലമായി നാം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരം കെട്ടുകഥകൾ. കാര്യം CPMന്റെ നേതാക്കന്മാരെ സംബന്ധിച്ച് CPM അണികൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്. അവർ നിസ്തൂലമായി സേവനം നടത്തുന്ന നേതാക്കന്മാരാണ്. അവരുടെ പൊതുജീവിതത്തെ സംബന്ധിച്ച് CPM കൃത്യമായ ധാരണയുണ്ട് പ്രവർത്തകർക്കിടയിൽ. അവർ കളങ്കരഹിതമായി ഈ പാർട്ടിക്ക് വേണ്ടി ത്യാഗനിർഭരമായി പ്രവർത്തിക്കുന്നവരാണെന്ന ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പാഴ്വേലകളും മുനയൊടിഞ്ഞ കൊന്തങ്ങളുമായി ഇങ്ങനെ CPM നേതാക്കന്മാരെ ആക്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധം തീർക്കുന്നതിന് CPM പ്രവർത്തകർക്ക് ജാഗരൂകരായി കഴിയുന്നത് എന്നതെങ്കിലും കഴിഞ്ഞ 5-6 കൊല്ലത്തെ നമ്മുടെ വർത്തമാനകാല ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ 5-6 കൊല്ലമായി നിങ്ങൾ ഉയർത്തുന്ന ആരോപണങ്ങൾ ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിക്കുകയല്ലേ ഉണ്ടാകുന്നത്. മറ്റ് പാർട്ടികളിൽ നിന്ന് ആളുകളെ നേതാക്കളെ പ്രത്യേകിച്ചും കൊണ്ടുവരിക എന്നുള്ളത് BJPയുടെ ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷെ അങ്ങനെ വരുന്ന ആളുകൾക്ക് ചില പൊതു പ്രത്യേകത ഉണ്ടോ? പല രീതിയിൽ വൾണറബിലിറ്റി ഉള്ള നേതാക്കളായിരിക്കും അവർ. ഒന്നുകിൽ അവർക്കെതിരെ കേസുണ്ടാവും, അല്ലെങ്കിൽ റെയ്ഡ് ഉണ്ടാവും, അല്ലെങ്കിൽ പാർട്ടി അവഗണിച്ചതായിരിക്കും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഒരു LDF കൺവീനർ ആയിരിക്കുന്ന ഒരാൾ, CPMന്റെ കേന്ദ്ര കമ്മിറ്റി ആയിരിക്കുന്ന ഒരാളെയൊക്കെ ക്ഷണിക്കുക, അതൊരു വലിയ ധൈര്യം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച്. വരൂ BJPയിലേക്ക് വരും ഒന്ന് ക്ഷണിക്കുക, ഒരു കേന്ദ്ര കമ്മിറ്റി അകത്ത് പോയി ക്ഷണിക്കുക എന്നുള്ളത്. പക്ഷെ ഇവിടെ നിങ്ങളത് പുറത്തു പറഞ്ഞില്ല. പക്ഷെ അത് പുറത്തു വരുമെന്നായപ്പോൾ നിങ്ങളത് ഏറ്റെടുത്തു, നിങ്ങളത് പുറത്തു വന്നു. ശരിക്കും അത് നിങ്ങളൊരു പാളിപ്പോയ സ്ട്രാറ്റജിയല്ലേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? അല്ല, ഇതിനകത്ത് അതിനെ അങ്ങനെ കാണേണ്ടതില്ല. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നതാണ് രാഷ്ട്രീയം.
സ്വാഭാവികമായിട്ട് കേരളത്തിൻ്റെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവേദ്കർ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അനുകൂലമാക്കാനുള്ള എല്ലാവിധ തന്ത്രങ്ങളും അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട BJP നേതാവാണ്. സ്വാഭാവികമായിട്ട് സാമുദായിക നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, അത് ഇടത് വലത് മുന്നണിയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഒരു EP ജയരാജനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചർച്ച പോകുന്നതിൽ അർത്ഥമില്ല. സ്വാഭാവികമായിട്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും 19 MPമാരുമായി അദ്ദേഹം വലതുപക്ഷത്തിൻ്റെ 19 MPമാരുമായിട്ടും നിരവധി MLAമാരുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിൻ്റെ വിവിധ ആളുകളുമായി അദ്ദേഹം ചർച്ച നടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ആളുകളും ചർച്ച നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് EP ജയരാജനെ കാണുകയും അദ്ദേഹത്തുമായി ചർച്ച നടത്തുന്നത്. സ്വാഭാവികമായിട്ട് ആ ഒരു ചർച്ച ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് മാത്രമല്ല, സ്വാഭാവികമായിട്ട് കേരളത്തിൻ്റെ ഒരു പരിമിതമായ സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നിലപാടുകളുണ്ട്, അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും ഫീഡ്ബാക്കുകളും ഒക്കെ അദ്ദേഹം പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയായിട്ട് അതിനെ കണ്ടാൽ മതി. പിന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, BJPയോടുള്ള ഐത്തം കേരളത്തിൽ ഇല്ലാതായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ BJP വിരുദ്ധത സംസാരിച്ച് എന്ത് തരം ഫീഡ്ബാക്കാണ് BJP നേടുന്നത്? ഒരു നിമിഷം പ്രിന്റു. LDF കൺവീനറാണ് അദ്ദേഹം, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. എന്ത് ഫീഡ്ബാക്കാണ് അദ്ദേഹത്തിൽ നിങ്ങൾക്ക് നേടാനുള്ളത്? അല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രകാശ് ജാവേദ്കർ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അതൊരു സൗഹൃദപരമായ സന്ദർശനം അദ്ദേഹത്തെ മാത്രമല്ല, സ്വാഭാവികമായിട്ട് ഒരു രണ്ടുപേർ നടത്തിയിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് EP ജയരാജനും അതുപോലെ പ്രകാശ് ജാവേദ്കറുമാണ്. നമ്മളെല്ലാവരും ആലങ്കാരികമായിട്ട് അല്ലെങ്കിൽ ആഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തിയെന്നാണ് EP ജയരാജൻ തന്നെ പറഞ്ഞത്. അല്ല, അത് EP-യുടെ വാക്കുകൾ EP അങ്ങനെ പറയട്ടെ. EP-യുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ എന്താണ് നടന്നു പറയാനുള്ള അവകാശം EP-ക്കുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ഈ പ്രകാശ് ജാവേദ്കർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, EP ജയരാജനെ മാത്രമല്ല, കേരളത്തിലെ ഇടത് വലത് മുന്നണി നേതാക്കന്മാരെ മുഴുവൻ കണ്ടിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്, വിവിധ പ്രദേശങ്ങൾ വിവിധ ആളുകളും അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചർച്ചയായിട്ട് EP ജയരാജന്റെ ചർച്ചയെ കണ്ടാൽ BJPയിൽ ചേരാൻ വേണ്ടി ഡൽഹിയിലെത്തി, ഭീഷണി കോൾ വന്ന് തിരിച്ചു പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രനുമായി ചർച്ച നടത്തി ഡൽഹിയിൽ വന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനൊക്കെ എന്ത് തെളിവാണ്? അല്ല, ഇതിനകത്ത് നമുക്ക് ശോഭ സുരേന്ദ്രൻ ബന്ധപ്പെട്ട വിവാദങ്ങൾ അവിടെ നിൽക്കട്ടെ. ശോഭ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ ശോഭയുടെ ആരോപണം BJP സംസ്ഥാന കമ്മിറ്റി മുഖവിലക്കെടുന്നില്ലേ? അത് വെറുതെ പറഞ്ഞാണെന്നാണോ കരുതുന്നത്? അല്ല, ഇതിനകത്ത് പ്രകാശ് ജാവേദ്കറും EP ജയരാജനും തമ്മിലുള്ള സംഭാഷണത്തിൽ പേരും വരുത്തിയിട്ടുള്ള ക്ലാരിറ്റി, അതിനപ്പുറത്തേക്കുള്ള ആഖ്യാനങ്ങൾ ചമയ്ക്കുന്നുണ്ട്. പലതരത്തിലുള്ള ആഖ്യാനങ്ങളുണ്ട്. ആഖ്യാനങ്ങൾക്ക് ഇതിനകത്ത് പ്രസക്തിയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശോഭ പറഞ്ഞതിന് പ്രസക്തിയില്ല എന്നാണോ പ്രിന്റ് പറയുന്നത്? അല്ല, ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ശോഭാ സുരേന്ദ്രൻ ഒരു കേസ് മാത്രമല്ല, ഇപ്പം ദല്ലാൽ നേതാവുമാരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് അവർ കേസിന് പോകുന്നുണ്ട്. അവർക്കെന്താ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞ കാര്യങ്ങളുടെ പ്രസക്തി അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളിലാണ് വ്യക്തത വരുത്തേണ്ടത്. ശോഭാ സുരേന്ദ്രന്റെ ആരോപണം നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടോ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. അല്ല, ഇതിനകത്ത് ഞാൻ പറയട്ടെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ പല ആളുകളുമായി പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടാവും നേതൃത്വം. ഇതിനകത്ത് നമുക്കറിയില്ല, ഇങ്ങനെയുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണല്ലോ നമ്മളുടെ അനിൽ ആന്റണി, അല്ലെങ്കിൽ നമ്മുടെ പത്മജ വേണുഗോപാൽ, അല്ല അബ്ദുള്ളക്കുട്ടി തുടങ്ങിയ ആളുകളൊക്കെ BJPയിൽ വന്നിട്ടുണ്ട്. പക്ഷേ EP ജയരാജന് BJPയിലേക്ക് ക്ഷണിക്കാൻ വേണമെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് പ്രകാശ് ജാവേദ്കറും EP ജയരാജനുമാണ്. അപ്പോൾ പ്രകാശ് ജാവേദ്കറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ ഇപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലെ എല്ലാ മുന്നണി നേതാക്കളുമായിട്ട് ഞാൻ ചർച്ച നടത്തിയിട്ടുണ്ട്, അത് വിവിധ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം പുറത്തു പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഓക്കെ പ്രിന്റു, അപ്പോഴും എൻ്റെ ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചർച്ച നടത്തിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട്, അത് നമുക്കറിയില്ല. അത് പ്രകാശ് ജാവ്ദേക്കറും EP ജയരാജനും പറഞ്ഞത് നമുക്കറിയും. പക്ഷേ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് നിങ്ങൾ ഓൺ ചെയ്യുന്നില്ല. അതിനർത്ഥം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ശോഭാ സുരേന്ദ്രൻ BJPക്ക് ഒരു പണിയെന്നാണോ? അല്ല, അങ്ങനെ അതിനെ കാണാൻ സാധിക്കില്ല. ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമായി ബന്ധപ്പെട്ട മറുപടിയുടെ ഭാഗമായി അവർ പറഞ്ഞൊരു കാര്യമാണ്. ആ കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്.
പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് പ്രകാശ് ജാവേദ്കറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പാർട്ടി ഓൺ ചെയ്യുന്നില്ല, അത് അവരുടെ വ്യക്തിപരമായ കാര്യത്തിനിടയ്ക്ക് അവർ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. പക്ഷേ ആ പറഞ്ഞു പോയ കാര്യമാണ് കൂടുതൽ ഗുരുതരം. അദ്ദേഹം BJP-യിൽ ചേരാൻ വേണ്ടി ഡൽഹിയിലെത്തി ഭീഷണികൾ കൊണ്ട് തിരിച്ചുപോയി എന്നൊക്കെയാണ് ശോഭ ആരോപിക്കുന്നത്. അല്ല, ഇതിനകത്ത് BJP-യുമായി ബന്ധപ്പെട്ട് നിരവധി അനവധി നേതാക്കൾ BJP-യിൽ ജോയിൻ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് EP ജയരാജൻ അതിന് തയ്യാറായോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് പ്രകാശ് ജാവേദ്കറുമായി ബന്ധപ്പെട്ട അദ്ദേഹമാണ്. അദ്ദേഹം ഈ കാര്യത്തിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റാൻഡിനപ്പുറത്തേക്ക് എനിക്കൊരു ആഖ്യാനം നടത്താൻ സാധിക്കില്ല അജിം സാർ. അതെനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ ചോദിക്കുന്നത്, ശോഭാ സുരേന്ദ്രൻ ശരിക്കും നിങ്ങളെ കെണിയിലാക്കുകയായിരുന്നു ചെയ്തത്? അല്ല, അതിനെ വ്യാഖ്യാനിക്കണ്ട. ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ് EP ജയരാജൻ ബന്ധപ്പെട്ട വസ്തുതകളും അത് പറയാനുള്ള സാഹചര്യവും സന്ദർഭങ്ങളും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ അത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് പൊതുസമൂഹം ഇതിൽ നിന്ന് പ്രിന്റ് മനസ്സിലാക്കണം. നിങ്ങൾ EP ജയരാജനെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ല. EP ജയരാജനെ വിഷമിപ്പിക്കാൻ ഞങ്ങൾ നിൽക്കുന്നതല്ല. പാർട്ടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടാവും. ഇലക്ഷനാണ്, പല ആളുകളുമായി ചർച്ച നടത്തി എല്ലാ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പരസ്യമാക്കുക എന്നുള്ളത് ഒരു പാർട്ടിയുടെ നയമല്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട് ആധികാരികമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അതിനപ്പുറത്തേക്ക് നമുക്കതിനെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ അതിനെ നമുക്ക് എടുക്കാനോ സാധിക്കുന്ന സാഹചര്യമില്ല സാർ. ശരി, ശ്രീ റിജിൽ മാക്കുറ്റി, പ്രിന്റുവിന്റെ വിശദീകരണത്തിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? യഥാർത്ഥത്തിൽ വല്ലാത്തൊരവസ്ഥയിലാണ് BJP. ഇതിനെ എങ്ങനെ EP ജയരാജനുമായി ബന്ധപ്പെട്ട ഡീൽ, EP ജയരാജനുമായി ബന്ധപ്പെട്ട ധാരണ അത് ഏത് രൂപത്തിൽ പുറത്തു പറഞ്ഞാൽ EP ജയരാജൻ കുടുങ്ങുമോ എന്നുള്ളൊരു പ്രശ്നമാണ് പ്രിന്റു ഉൾപ്പെടെയുള്ള BJP സംസ്ഥാന പ്രസിഡന്റിനെ നയിക്കുന്ന വിഭാഗവും. അതോടൊപ്പം ശോഭാ സുരേന്ദ്രൻ ഇവരുടെ എതിർകക്ഷിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ വളരെ പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അവർ ഡൽഹിയിൽ പോയെന്നും ചർച്ച നടത്തിയെന്നും അതോടൊപ്പം തന്നെ ഹോട്ടലിൽ വന്നതെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ EP ജയരാജൻ അതൊന്നും ഇല്ല എങ്കിൽ അവർക്കെതിരായി മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് ആവർത്തിച്ച് പറയേണ്ടതായിരുന്നു. അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു നിയമ നടപടിയായി മുന്നോട്ട് പോകുന്ന പത്രക്കാർ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തനിക്കെതിരായിട്ടുള്ള ബാലിശമായിട്ടുള്ള കള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ശോഭാ സുരേന്ദ്രനെ വെല്ലുവിളിക്കാൻ EP ജയരാജന് സാധിക്കാത്തത് എന്നുള്ള ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ പ്രകാശ് ജാവേദ്കർ വന്നത് നിയമ നടപടി സ്വീകരിക്കാൻ അനുമതി നേതാക്കന്മാരുമായിട്ടല്ല എന്നുള്ളതാണ്. നിയമ നടപടിക്ക് അനുമതി അത് പാർട്ടി നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് അജിംസിന് എതിരായി ഒരു വ്യാജ വാർത്ത അല്ലെങ്കിൽ ഒരു കള്ള പ്രചാര പരിപാടി നടത്തുമ്പോൾ ആ സ്പോട്ടിൽ തൻ്റെ ഇടത്തോടുകൂടി നട്ടലോടുകൂടി അവരെ വായടപ്പിക്കുന്ന മറുപടി കൊടുക്കില്ലേ? എന്തേ അത് കൊടുക്കാൻ ധൈര്യമില്ലായ്മ? ആ ഒരു വർത്തമാനത്തിൽ തന്നെ EP ജയരാജൻ്റെ ശരീരഭാഷ കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിനകത്ത് ഇവർ തമ്മിൽ എവിടെയൊക്കെയോ കൊടുക്കൽ വാങ്ങൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ EP ജയരാജനെ തള്ളാൻ തള്ളിപ്പറയാൻ BJPക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ BJP നേതൃത്വം അറിയാതെയാണ് ഇയാൾ പോയത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും സുരേന്ദ്രനേക്കാളും ഇവിടെ ഇരിക്കുന്ന BJPയുടെ പ്രതിനിധിയെക്കാളും വിശ്വാസം ഈ TG നന്ദകുമാർ എന്ന് പറയുന്ന ദല്ലാളിനാണ്, കേന്ദ്രമന്ത്രിയായ BJPയുടെ അഖിലേന്ത്യാ നേതാവിന് എന്നുള്ളതല്ലേ വസ്തുത. അപ്പോൾ ഇവരൊന്നും അറിയാതെയാണല്ലോ ഇദ്ദേഹം കൂട്ടിപ്പോകുന്നത്. അത്രയേറെ ബന്ധം ആർക്കുണ്ട്? ഈ TG നന്ദകുമാറിന് ഈ പ്രകാശ് ജാവേദ്കർ ഇടയിൽ ഉണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ഇവർ ആളുകളെ സ്വാധീനിക്കുന്നതും ആളുകളെ BJPയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പാർട്ടി പറയുകയാണ് ഞങ്ങളെല്ലാവരും ചർച്ച ആളെ കൊണ്ടുപോവുകയാണ്. എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? പലരുടെയും വീക്ക്നെസ് നോക്കിയാണ്. അവർ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളിൽ പെട്ടിട്ടുണ്ടോ, അവർ അഴിമതി നടത്തിയിട്ടുണ്ടോ, ഒന്നിക്കൽ അവരെ അഴിമതി നടത്തിയെന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി BJPയിലെത്തിക്കുക. മറ്റില്ല എങ്കിൽ സ്വാധീനങ്ങൾ അല്ലെങ്കിൽ അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് പുതിയ സ്ഥാനമാനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്ന നയമാണ് BJP സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ തീർച്ചയായും ജയരാജൻ വിട്ടുപോയിട്ടുണ്ട് വൈദേഹത്തിൽ. ആ വിട്ടുപോയ വൈദേഹത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെച്ച് തന്നെയാണ് ജയരാജനെ സ്വാധീനിക്കാൻ പ്രകാശ് ജാവേദ്കർ പോയത്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് ദല്ലാൽ നന്ദകുമാർ. ഇന്നലെ വന്ന ആളല്ല. ദല്ലാൽ നന്ദകുമാറിന്റെ, നിങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയുടെ പിറന്നാളിന് പോയി ഷാൾ അണിയിക്കാനുള്ള ബന്ധം ദല്ലാൽ നന്ദകുമാറുമായി ആർക്കുണ്ട്? EP ജയരാജനുണ്ട്. എന്തുകൊണ്ടാണ് കടുത്ത ഭാഷയിൽ EP ജയരാജൻ ദല്ലാൽ നന്ദകുമാരെ തള്ളിപ്പറയാത്തത്? ഈ ഫ്രോഡാണെന്ന് പറഞ്ഞു. നിയമ നടപടി അയാൾക്കെതിരെ സ്വീകരിക്കാത്തത് എന്താണ്? അപ്പോൾ പല കാര്യം EP ജയരാജനുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ അദ്ദേഹത്തിന്റെ മകനുമായി ബന്ധപ്പെട്ട് വളരെയേറെ സൗഹൃദം
ആർക്കുണ്ട്? ഈ പറയുന്ന ദല്ലാൽ നന്ദകുമാറിനുണ്ട്. അങ്ങനെയൊന്നും ദല്ലാൽ നന്ദകുമാറെ അങ്ങനെ തള്ളി പറയാൻ EP ജയരാജന് സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഈ നമ്മുടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയാണ് ഞങ്ങളുടെ നേതാക്കന്മാരെ തങ്കപ്പെട്ടവരാണ്, അവരെ CPM അണികൾ അവരെ ആ രൂപത്തിൽ കാണുന്നതൊക്കെ പറയുമ്പോൾ ഇന്നലെ വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളുടെ ന്യായീകരണ തൊഴിലാളികളായ സൈബർ കൂട്ടങ്ങൾ റെഡ് ആർമി എന്ന PJ ആർമിയിൽ നിന്ന് പേരുമാറി റെഡ് ആർമിയായ അവരിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതോടൊപ്പം പോരാളി ഷാജി നിങ്ങളെ EP ജയരാജനെ ന്യായീകരിച്ചുകൊണ്ടല്ല അത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടത്. നിങ്ങളുടെ സാധാരണയുള്ള അണികൾ നിങ്ങൾക്ക് വേണ്ടി എന്തിനും സൈബർ മേഖലയിൽ പോരാടുന്നവർ ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട കമന്റുകളൊക്കെ കാണുമ്പോൾ നിങ്ങളെ നേതാക്കന്മാർ കാണിക്കുന്ന ഈ വഴിപിഴച്ച പോക്കിനെതിരായി ശക്തമായ പ്രതിഷേധം നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഉണ്ട് എന്ന് ശ്രീ അക്സർ മനസ്സിലാക്കണം. അദ്ദേഹം ഒരു പാർട്ടിയുടെ ഒരു സഹയാത്രികൻ എന്ന രൂപത്തിൽ നിങ്ങൾ പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ എന്നുള്ളത് അവർക്ക് ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് ധനരാജ് എന്ന് പറയുന്ന CPM-കാരനെ കൊലപ്പെടുത്തിയ പയ്യന്നൂരിന്റെ മണ്ണിൽ RSR കൊലപ്പെടുത്തിയത് ജയരാജന്റെ ഒക്കെ ഏറ്റവും അടുത്ത ആളായിരുന്നു. ആ കൊലപ്പെടുത്തിയ ധനരാജ് ഉൾപ്പെടെയുള്ള രക്തസാക്ഷികളുടെ മുമ്പിൽ വെച്ച് നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ നേതാക്കന്മാർ തങ്ങളുടെ സമ്പാദ്യവും തങ്ങളുടെ സ്വത്തും തങ്ങളുടെ അഴിമതി പണവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു തരത്തിലും ഉളുപ്പില്ലാതെ ഇത്തരത്തിലുള്ള BJP നേതാക്കന്മാരുമായി ബാന്ധവത്തിൽ ഏർപ്പെടുന്നു. മകന്റെ പിറന്നാളിലേക്ക് ക്ഷണിക്കാതെ അതിഥിയായി വരാനുള്ള സൗഹൃദം എന്താണ് എന്ന ചോദ്യം ഞങ്ങൾ കോൺഗ്രസ്സുകാർ ചോദിക്കുന്നില്ല. നിങ്ങളുടെ പാർട്ടിക്കകത്ത് സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ ഈ പാർട്ടിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറായിട്ടുള്ള നിങ്ങളുടെ സാധാരണ അണികൾ പോലും ചോദിക്കുന്നുണ്ട് എന്നത് ശ്രീ അസ്കർ മനസ്സിലാക്കണം. ഏതായാലും ഇവിടെ ഈ പറയുന്ന ഈ കൂട്ടുകെട്ടും ഈ ധാരണയും ഈ ചർച്ചയുമെല്ലാം നിങ്ങൾ ഏത് രൂപത്തിലെ പ്രതിസന്ധിയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഒരു സംഘം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ BJP-യുടെ ആലയിലേക്ക് കെട്ടാനുള്ള വലിയ ശ്രമമാണ്. ആ ശ്രമം നിങ്ങൾ നടത്തിയുള്ള സംരക്ഷിക്കാനാണ് ഇത്തരത്തിലുള്ള നിലപാട്. അതിഥികളിലേക്ക് തിരികെ ശ്രീ ഹസ്കർ, ഈ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെക്കുറിച്ച് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഒക്കെ നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ അതൊരു പുറത്ത് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് അതിൽ പ്രതികരിക്കുന്നത്. ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ബന്ധവും നേരത്തെ പാർട്ടിക്ക് അറിയാമായിരുന്നു. ഇവിടെ ഈ ശോഭാ സുരേന്ദ്രൻ ഇദ്ദേഹം പാർട്ടിയിൽ ചേരാൻ ഡൽഹിയിലേക്ക് വന്നു എന്ന അല്പം കടത്തി പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ BJP-യാണ് പ്രതിസന്ധിയിലാക്കിയത്. കാരണം BJP കാര്യമൊന്നും പുറത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ പാർട്ടിയുടെ ഒരു ഗ്രൂപ്പ് സമവാക്യത്തിൽ എവിടെ നിൽക്കുന്നവരാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ശോഭ ഈ പറയുന്നത് യഥാർത്ഥത്തിൽ BJP-യെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജയരാജനെ ഏതെങ്കിലും തരത്തിൽ മുറിവേൽപ്പിക്കാനോ അദ്ദേഹത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനോ ഇങ്ങേര് BJP-യിൽ ചേരാൻ വന്നയാളാണെന്ന് പറയാനോ BJP സംസ്ഥാന നേതൃത്വമോ പ്രകാശ് ജാവ്ദേക്കറോ ഒന്നും തയ്യാറാവുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ പുറമേക്ക് BJP-യോ CPM-ഓ വിശദീകരിക്കുന്ന പോലെയല്ല കാര്യങ്ങളെന്നേ സാധാരണക്കാർക്ക് തോന്നും. അസ്കർ, അജിംസി ഇതിൽ കാണേണ്ടത് നമ്മളിപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ BJP-യെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് വരെ എവിടെയായിരുന്നു എന്നറിയാം. അപ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രന് BJP-യുടെ രാഷ്ട്രീയത്തിൽ എത്രത്തോളം സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് കൃത്യമായിട്ടറിയാം. ഏതെങ്കിലും ഒരു CPM-ന്റെ പ്രവർത്തകന് BJP-യിലേക്ക് എത്തണമെങ്കിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രനുമായി ആശയവിനിമയം നടത്തുന്ന തരത്തിലുള്ള രാഷ്ട്രീയ ബോധ്യം മാത്രമേ ഉള്ളൂ എന്നുള്ളിടത്താണ് വലിയ പ്രശ്നം ഉദിക്കുന്നത്. കാരണം അതിന് പറ്റിയ മറ്റു നേതാക്കന്മാർ കേരളത്തിലുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവരുടെ സ്ഥാനമാനങ്ങൾ പോലും ഉറപ്പിക്കാൻ കഴിയാതെ നിലവിളിച്ച് കൈവിട്ട പ്രവൃത്തികളും വാവിട്ട വാക്കുമായി കേരള രാഷ്ട്രീയത്തിൽ അലഞ്ഞു തിരിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എന്നുള്ളതൊക്കെ തന്നെ ഒരു വസ്തുതയാണ്. പക്ഷെ അവർ BJP-യെ വെട്ടിലാക്കി എന്നുള്ളതാണ് വളരെ വസ്തുതാപരമായി. കാര്യം വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും അതിനൊപ്പിച്ച് കളവുകൾ പറയുമ്പോൾ ആ വസ്തുതകൾ ഒരിക്കലും ചേർത്തു വെക്കാനാവില്ല. അതുകൊണ്ടാണ് രാമനിലയത്തിലെയും ലളിത് ഹോട്ടലിലെയും കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായി അതിന് ആവശ്യമായിട്ടുള്ള ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുന്നതിനുള്ള ബാധ്യത കൂടി ശ്രീമതി ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തപ്പെടുന്നത്. ഇപ്പോൾ ഇതു സംബന്ധിച്ച് EP കൊടുക്കാൻ പോകുന്ന കേസുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതും പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നതും ആ തെളിവുകളുടെ അഭാവം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഇതിൽ ജാവ്ദേക്കറുമായി നടത്തിയിട്ടുള്ള ചർച്ച, ആ ചർച്ചയ്ക്കപ്പുറം അതിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടവും രാഷ്ട്രീയവുമായിട്ടുള്ള ധാർമ്മികത എന്ന് പറയുന്നത് ജാവ്ദേക്കറിന്റെ ഉറ്റ അനുയായി, കൂട്ടുകാരൻ, ചങ്ങാതി എന്ന് പറയുന്നത് വെറുക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ നേതാക്കന്മാരെ മോഹങ്ങൾ കൊടുത്തോ പ്രലോഭനങ്ങൾ കൊടുത്തോ ശ്രമിക്കുന്നത്. ജയരാജനെയും കൂട്ടുകാരനാണ് വർഷങ്ങളായി. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് കാര്യത്തിൽ. ആ വിശദീകരണം പോലും നടത്താൻ ശ്രീ ജാവ്ദേക്കർ തയ്യാറായിട്ടില്ല എന്നുള്ളിടത്താണ് പ്രശ്നം.
അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു കളങ്കിതനായ ഒരു വ്യക്തിയുടെ വാക്കുകൾ വിശ്വസിച്ച് ഞാൻ ഒരു ആരോപണം ഉന്നയിക്കാൻ മുതിരുന്നില്ല എന്നുള്ളതും അതൊരു ചർച്ചയ്ക്ക് ആധാരമാക്കാനുള്ള പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതുമാണ്. കെ സുധാകരനും ശ്രീ രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും അടക്കം കോൺഗ്രസ് മുരളീധരനും അടക്കം കോൺഗ്രസിന്റെ അരഡസനിലധികം നേതാക്കന്മാർ UDFന്റെ അരഡസനിലധികം നേതാക്കന്മാരുമായി ചർച്ച നടത്തി എന്ന് പറഞ്ഞത് ഈ കളങ്കിതനായിട്ടുള്ള വ്യക്തിയല്ലേ? അപ്പൊ അത് വിശ്വസിച്ച് ഞങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ ഒരു ക്രോണോളജി നോക്കിയേ. അതായത് LDF കൺവീനറായി സ്ഥാനമേൽക്കുന്നു. ഈ CPM സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വൈദേക റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുന്നു. അതിന് പിന്നീട് പാർട്ടി തന്നെ മറുപടി പറയുന്നു. അതിനുശേഷം അവിടെ IT റെയ്ഡ് നടക്കുന്നു. അവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവിടെയൊന്നും പാർട്ടിക്ക് ഒരു പ്രശ്നവും തോന്നുന്നില്ല. ഈ റിസോർട്ട് തുടങ്ങിയതിൽ പാർട്ടിക്ക് പ്രശ്നമില്ല. അതിൽ രാജീവ് ചന്ദ്രശേഖർ ഇൻവെസ്റ്റ് ചെയ്തതിൽ പ്രശ്നമില്ല. അവിടെ നടന്ന IT റെയ്ഡ് പാർട്ടിയുടെ പ്രശ്നമല്ല. ഈ പറയുന്ന ദല്ലാൽ നന്ദകുമാറുമായുള്ള ചങ്ങാത്തം ഈ കഴിഞ്ഞ ആഴ്ച വരെ പ്രശ്നമല്ല. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ചങ്ങാത്തം പാർട്ടി അറിയാതെയല്ല, പാർട്ടിക്ക് അറിയാം ആ ചങ്ങാത്തമുണ്ടെന്ന്. ഈ വിവാദം പുറത്തു വരുന്നവരെ പാർട്ടിക്ക് അത് പ്രശ്നമല്ല. അപ്പോൾ ഇതിലൊന്നും പ്രശ്നമില്ല പാർട്ടിക്ക്. പാർട്ടിയുടെ പ്രശ്നം എന്താണ്? യഥാർത്ഥത്തിൽ എന്താണ് പാർട്ടിയുടെ പ്രശ്നം? ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ള ഒരു പവർ ബ്രോക്കറുമായി ഇനി കൂട്ടുകൂടരുത്. അത് മാത്രമാണ്, ഇനി കൂട്ടുകൂടരുത്. അതാണ് പ്രശ്നം. ഇങ്ങനെയല്ലേ മനസ്സിലാവേണ്ടത്? അങ്ങനെയല്ല അതിനെ വായിച്ചെടുക്കേണ്ടത്. വളരെ കൃത്യം. നിരാമയയുടെ സ്ഥാനം ഈ ടൂറിസം മേഖലയിൽ ആയുർവേദിക് റിസോർട്ടുകൾ നടത്തിപ്പിൽ വളരെ കൃത്യമായിട്ടുള്ള സുത്യർഹമായിട്ടുള്ള സേവനം നടത്തുന്ന ഒരു സ്ഥാനമാണ് ഇത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന്റെ ജൂപ്പിറ്റർ ക്യാപിറ്റൽസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നിരാമയെ പുകഴ്ത്തി പറയുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിരാമയ്ക്ക് ടൂറിസം രംഗത്ത് അതുകൊണ്ട് അതുപോലെ തന്നെ EP-യുടെ ഭാര്യയ്ക്കും മകനും നിക്ഷേപമുള്ള ഒരു സ്ഥാപനം, അതിൽ മഹാഭൂരിപക്ഷം നിക്ഷേപം മറ്റ് നിക്ഷേപകർക്കുണ്ട്. ആ നിക്ഷേപമുള്ള ഒരു സ്ഥാപനം നിരാമയുമായി ഏതെങ്കിലും തരത്തിൽ അവരുടെ നടത്തിപ്പ് അവകാശം നൽകി എന്നുള്ളത് കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ അത് ഏറ്റെടുത്തു എന്ന് കരുതാനാവുമോ? കോർപ്പറേറ്റ് ലോകത്ത് നടക്കുന്ന ചില ഇടപെടലുകൾ എന്നുള്ളതിനപ്പുറം അതിനെ രാഷ്ട്രീയമായി നാം കാണേണ്ടതില്ല. ഒന്ന്. രണ്ട്, ജൂപ്പിറ്റർ ക്യാപിറ്റൽസ് നിരവധി സ്ഥാപനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ജൂപ്പിറ്റർ ക്യാപിറ്റൽസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും കാണേണ്ടതില്ല എന്ന് പറയുമ്പോൾ EP ജയരാജൻ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നത് എന്താണെന്നറിയാമോ? എന്റെ ഫാമിലിക്ക് നിക്ഷേപമുള്ള, എന്റെ ഫാമിലിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ BJP കേന്ദ്രമന്ത്രിയുടെ സ്ഥാപനം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കളങ്കമാണ്. പാർട്ടിക്ക് അത് കളങ്കമുണ്ടാക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആ ഷെയർ വിറ്റൊഴിയാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞത് EP ജയരാജനാണ്. EP ജയരാജൻ അത് പ്രശ്നമായിട്ട് തോന്നിയിട്ടും പാർട്ടിക്ക് പ്രശ്നമായിട്ട് തോന്നില്ലേ? അല്ല, EP എടുക്കുന്ന നിലപാടുകൾ അത്തരത്തിൽ സത്യസന്ധതയുള്ളതാണ്. അദ്ദേഹത്തിന്റെ നന്മ കൊണ്ടാണ് അദ്ദേഹം അതൊക്കെ പറയേണ്ടി വരുന്നതും. തെരഞ്ഞെടുപ്പ് ദിവസം എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് ദിവസം ജാവ്ദേക്കറുമായിട്ട് നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയെ പൊതുമധ്യത്തിൽ പറഞ്ഞു? അത് രാഷ്ട്രീയമായി CPM-നെ വെട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന അർത്ഥത്തിൽ വിമർശിക്കാൻ നമുക്ക് പറ്റുമെങ്കിലും അവിടെ പരിശോധിക്കപ്പെടേണ്ടത് അദ്ദേഹത്തിന്റെ നന്മയാണ്. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്? അദ്ദേഹം ആ നന്മയുടെ രീതിയിൽ അത് കൃത്യമായി അദ്ദേഹം പൊതുജനങ്ങളോട് സംവദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് മറച്ചു പിടിക്കാമായിരുന്നു. ജാവ്ദേക്കറുമായി ഞാൻ ചർച്ച നടത്തിയിട്ടില്ല എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ അവിടെ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അദ്ദേഹം അത് കൃത്യമായി പൊതുമധ്യത്തിൽ പറയുകയും ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്യുന്ന അത്രയും സത്യസന്ധത, അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ അഭിനന്ദിക്കുകയാണ് അഘട്ടത്തിൽ നാം കാണേണ്ടത്. അല്ലാതെ ജാവ്ദേക്കറുമായി 4 മിനിറ്റ് കൊണ്ട് ഈ കേരള രാഷ്ട്രീയത്തിലെ മുഴുവൻ കാര്യങ്ങളും ഡീൽ ചെയ്തു എന്ന UDF-ന്റെയും കോൺഗ്രസിന്റെയും ആരോപണം അത് ഒരു തരത്തിലും 4 മിനിറ്റാണല്ലോ അവിടെ ആ കൂടിക്കാഴ്ച ഉണ്ടായിട്ടുള്ളത്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും സംസാരിക്കാനുള്ള സാഹചര്യം ആ 4 അസ്കറിലെ പ്രശ്നം EP ജയരാജൻ എന്ന് പറഞ്ഞാൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ പോയി കണ്ടു എന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹം LDF കൺവീനറാണ്. LDF കൺവീനർ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥാനമല്ല. ഒരുപക്ഷെ അത് ചെറിയ സ്ഥാനമാണെന്ന് വേറെ ആർക്കെങ്കിലും തോന്നുകയോ EP ജയരാജന് തന്നെ തോന്നിയാൽ പോലും LDF കൺവീനർ എന്ന സ്ഥാനം ചെറിയ സ്ഥാനമല്ല ഹസ്കർ. അല്ല, LDF കൺവീനറെ കണ്ടു എന്നുള്ളത് കൊണ്ട് എന്ത് രാഷ്ട്രീയ ഡീലുണ്ടാക്കാൻ കഴിയും? നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് 1 കൊല്ലം മുമ്പ് വന്ന അദ്ദേഹം കണ്ടു. 1 കൊല്ലത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആ സ്ഥാനാർത്ഥികളെ, ഏതൊക്കെ സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ മത്സരിക്കുമെന്ന് നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം ആരെയൊക്കെ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുന്ന LDF കൺവീനർ മാത്രം തീരുമാനിച്ച കഴിയുന്ന കാര്യമാണോ? CPM മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമാണോ മുന്നണി സംവിധാനത്തിൽ? അപ്പോൾ അതൊക്കെ വെറും കെട്ടുകഥകളും ആരോപണങ്ങളും ഊഹാപോഹങ്ങളുമാണ്.
അല്ലാതെ വളരെ കൃത്യമായി ഒരു പാറ്റേൺ പരിശോധിച്ചു തൃശ്ശൂരാണ് തൃശ്ശൂർ ഡീലാണ്. തൃശ്ശൂർ ഡീലാണ്. തൃശ്ശൂര് സുരേഷ് ഗോപി മൂന്ന് വർഷം മുമ്പേ അറിയാം. സുനിൽകുമാർ അവിടെ തൃശ്ശൂർ CPI ആണ് മത്സരിക്കുന്നത്. നേരത്തെ അറിയാം. നമുക്ക് തിരിച്ചറിയാം. 4-ാം തീയതി തിരിച്ചറിയാം. അതല്ല, CPI മത്സരിക്കുന്നിടത്ത് CPM അവിടെ തോറ്റു കൊടുക്കാൻ തയ്യാറാവോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നണിയുടെ നേതൃത്വം, CPM-നെ സംബന്ധിച്ചിടത്തോളം മുന്നണിയുടെ നേതൃത്വം നടത്തുന്ന ഒരു പാർട്ടിയാണ് CPM. അപ്പോ CPM-ന് അങ്ങനെ ഏതെങ്കിലും സീറ്റിൽ 20 സീറ്റുകളും CPM-നെ സംബന്ധിച്ചിടത്തോളം നേതൃപരമായ പങ്ക് തെരഞ്ഞെടുപ്പിൽ ഉള്ളതാണ്. അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സീറ്റ് പരാജയപ്പെടുന്നത് കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാൻ പാടില്ലെന്ന് തീരുമാനം എടുത്തിട്ടുള്ള പാർട്ടിയാണ് CPM. അതിലെ ഓരോ പ്രവർത്തകരും അത് ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾ കരുതുന്ന BJP-യുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ആകമാനം അത്തരത്തിൽ CPM വളരെ കൃത്യമായിട്ട് നേതൃപരമായിട്ടുള്ള പങ്ക് വഹിച്ചു എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തന്നെയാണ് വിലയിരുത്തിയിട്ടുള്ളത്. പ്രിന്റു മഹാദേവ് വേണമെങ്കിൽ ഇങ്ങനെയും മനസ്സിലാക്കാം. പ്രിന്റു മഹാദേവ്, അതായത് ഈ ശോഭാ സുരേന്ദ്രൻ ഇത് വിളിച്ചു പറഞ്ഞതോടുകൂടി ഉണ്ടാവുന്നത് എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് ഡേയുടെ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു ഒരൊറ്റ സീറ്റ് BJP കിട്ടില്ല എന്ന് ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. ഇനി ജൂൺ 4-ാം തീയതി ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ സംപൂജ്യരായി തുടരുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ CPM-ന്റെയും EP ജയരാജന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ക്രെഡിബിലിറ്റി, നിങ്ങൾക്കെതിരായ രാഷ്ട്രീയത്തിൽ അവരുടെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, ഇതിനകത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഈ ഇലക്ഷൻ ബന്ധപ്പെട്ട് ഒരു മുന്നണിയുമായി ഡീലുണ്ടായിട്ടില്ല. പിന്നെ പരസ്പരം UDF-മായി ലീഡിലിട്ട് അല്ലെങ്കിൽ LDF-മായി ഡീലുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ സമാധാനിക്കാം. ഞങ്ങൾ പറയാം, തൃശ്ശൂർ സീറ്റിനകത്ത് ഞാൻ തൃശ്ശൂരിൽ ഒരു മണ്ഡലത്തിന് ചാർജ് എടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അവിടെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഒരു ഡീലുമില്ല. അവിടെ ഒരു ഡീൽ എന്ന രീതിയിൽ പറഞ്ഞത് സുനിൽകുമാർ അവസാന നിമിഷം പിന്മാറിക്കൊണ്ട് സുനിൽകുമാറിന്റെ മുഴുവൻ വോട്ടുകളും കോൺഗ്രസിലേക്ക് ക്രോസ് വോട്ട് ചെയ്ത സാഹചര്യമാണ് തൃശ്ശൂരിനകത്തുണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള തൃശ്ശൂർ സീറ്റിനെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? അത് ഒരു ആധികാരികമില്ല. തൃശ്ശൂരിനകത്ത് കൃത്യമായിട്ട് അറിയാം, അവസാന നിമിഷം സുനിൽകുമാർ പിന്മാറുന്നു. മുഴുവൻ ഇടതുപക്ഷത്തിന്റെ ആളുകളും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് തൃശ്ശൂരിനായിട്ടുള്ളത്. അതിനെപ്പോലും അതിജീവിക്കുന്ന സാഹചര്യം തൃശ്ശൂരിൽ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട് അവിടെ വിജയിക്കുമെന്നുള്ളത്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ക്രോഡീകരിച്ച് വരുന്നത് തൃശ്ശൂർ സീറ്റിലാണോ? തൃശ്ശൂർ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഡീൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഇലക്ഷന്റെ തലേ ദിവസമാണോ അതിന്റെ പറയുക? അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാവുക? അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഒന്ന് അനാവശ്യമായിട്ടുള്ള ഒരു ഡീൽ എന്ന് പറയുന്നത് അനാവശ്യമാണ്. ഈ കേരളത്തിൽ ഇടതുപക്ഷവുമായിട്ട് BJP ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടു എന്നുള്ളത് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ഒരു വ്യാഖ്യാനം മാത്രമായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. അതിനകത്ത് യാതൊരു സത്യസന്ധവും ഇല്ല. ഓക്കെ, ശ്രീ റിജിൽ മാക്കുറ്റി, ഇതെല്ലാം നമ്മൾ ഈ ഡീല്, ധാരണ, വോട്ട് മറിച്ചു ഇതൊക്കെ പറയുന്നത് കേരളത്തിൽ അങ്ങനെയൊക്കെ വോട്ട് മറിക്കാൻ പറ്റുമോ? ഒരു പാർട്ടിയുടെ നേതൃത്വം തീരുമാനിക്കണം ഞങ്ങൾ കുറേ വോട്ട് മറിക്കാം. ആര് വോട്ട് മറിക്കാനാണ്? അതിൻ്റെ അണികൾ സമ്മതിക്കുമോ? ഇപ്പോൾ CPM BJP-യെ സഹായിക്കാൻ വേണ്ടി വോട്ട് മറിക്കും തൃശ്ശൂരിൽ എന്ന് പറഞ്ഞു. അതിൻ്റെ അണികൾക്ക് ബോധ്യപ്പെടേണ്ട കാര്യം, അണികളെ എങ്ങനെ ബോധ്യപ്പെടുത്തും BJP-ക്കൊക്കെ ക്രോസ് വോട്ട് ചെയ്യാൻ? ശ്രീ അജിംസെ, ഈ വോട്ട് മറിക്കുകയൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി കേഡർ പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് ഏറ്റവും താഴെ തട്ടിൽ അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വളരെ ശക്തമായ മെഷീനറി ഉണ്ട്. അവർക്ക് വോട്ട് മറിക്കാനുള്ള സാഹചര്യവും അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട് എന്നതിനെക്കുറിച്ച് CPM-നെ കൃത്യമായി പഠിക്കുന്ന ആളുകൾക്കറിയാം. ഒരു ബൂത്തിൽ നിന്ന് എത്ര വോട്ട് അവർ പാർട്ടി കേഡറുമായി ബന്ധപ്പെട്ട് മറിക്കാൻ തുടങ്ങിയാൽ അവർക്ക് മറിക്കാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട ധാരണയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരം ധാരണകളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ മുമ്പിൽ കൃത്യമായ ബോധ്യമുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ അക്കൗണ്ട് ഉള്ള അക്കൗണ്ട് പൂട്ടിക്കുകയാണ്. ഈ CPM-ന്റെ മഹത്വം പറയല്ലേ, ആ കേഡർ സംവിധാനമൊക്കെ തകർന്നു പോയി. റിജിലെ, നിങ്ങളിങ്ങനെ CPM-ന്റെ മഹത്വം പറയല്ലേ? ശബരിമലയിൽ നമ്മൾ കണ്ടതല്ലേ CPM-ന്റെ കേഡർ സംവിധാനം. CPM-ന്റെ മഹത്വമൊന്നുമല്ല. ഞാനൊരു കാര്യം, അല്ല, താങ്കൾ പറയുന്നിടത്ത് ഞാൻ താങ്കൾ പറയുന്നത് സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, CPM-മായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ BJP-യുടെ അക്കൗണ്ട് പൂട്ടിക്കുന്നതിന് പ്രധാനി കോൺഗ്രസിന്റെ മുരളീധരൻ സ്ഥാനാർത്ഥിത്താണ്. അദ്ദേഹം അവിടെ മത്സരിച്ചുകൊണ്ടാണ് 0 ആയത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് മുരളീധരനെ പരാജയപ്പെടുത്തണം എന്നുള്ളത് BJP-യുടെയും സംഘപരിവാറിന്റെയും പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ അവരുടെ ആദ്യ ശത്രുക്കളിൽ ഏറ്റവും നമ്പർ 1 പട്ടികയിൽ മുരളീധരൻ അവർ ഉൾപ്പെടുത്തിയതും BJP-യുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ വടകരയിൽ നിന്ന് അദ്ദേഹം നേമത്ത് പോയി എന്നുള്ളതാണ്. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നൊരു കാര്യം, ഇവിടെ ഈ പറയുന്ന
പിന്നെ ശ്രീ അസ്കർ വളരെ കൃത്യമായി പറയുന്നു ഞങ്ങളുടെ ധാരണയില്ല, ഡീലില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും കേരളത്തിനകത്ത് ഒരു BJPയുടെ നേതാവുമായി ഒരു റിസോർട്ട് നടത്താൻ ഒരു മടിയുമില്ല എന്ന് പറയുമ്പോൾ അത് ബിസിനസ് പരമായ ബന്ധമാണെന്ന് പറയുമ്പോൾ നിങ്ങളാണോ BJPക്കെതിരായി പ്രതിരോധം തീർക്കുന്നവർ? നിങ്ങളാണോ തീർക്കുന്നവർ? നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങളുടെ BJPയുടെ പ്രതിരോധം? യഥാർത്ഥത്തിൽ ഇപ്പോൾ BJP ആരാണ്, CPM വന്നോ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം പോകുന്നത്. വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരായി ഏറ്റവും മോശപ്പെട്ട പ്രചരണം നടത്തുന്ന ആളുകളാരാ? ശശികല ടീച്ചർ ഉൾപ്പെടെയുള്ള വർഗീയ വിഷം തൂപ്പുന്ന ആ ശശികല ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന രൂപത്തിലേക്കാണ് KK ശൈലജ എന്ന് പറയുന്ന CPMന്റെ സ്ഥാനാർത്ഥി പോലും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കെതിരായി പറയുന്നു എന്ന് മനസ്സിലാകുമ്പോൾ CPM ഏതാണ്, സംഘപരിവാരകാരൻ ഏതാണെന്ന് കണ്ടാൽ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് ഇന്നത്തെ രാഷ്ട്രീയം കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് വളരെ കൃത്യമായ രൂപത്തിലുള്ള ധാരണയുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, അദ്ദേഹം പറഞ്ഞു എന്താ പിന്നെ EP ജയരാജൻ വെളിപ്പെടുത്തിയല്ലോ, EP ജയരാജനെ വെളിപ്പെടുത്താതിരിക്കാൻ നിർവാഹമില്ല. കാരണം EP ജയരാജൻ പറയുന്നു ഞാൻ പ്രകാശ് ജാവ്ദേക്കറുമായി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആര് TG നന്ദകുമാർ വെറുതെ വിടുവോ? അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് ഫോട്ടോയും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ TG നന്ദകുമാർ പുറത്തു വിടുന്നതിനേക്കാളും മുമ്പേ തനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ട് ചായ കുടിച്ച് പോയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റിയത് അദ്ദേഹം ഗതികേട് കൊണ്ട് അദ്ദേഹം പറഞ്ഞു പോയതാണ് EP ജയരാജൻ. അങ്ങനെ ഒരു സംവിധാനവും TG നന്ദകുമാറുമായി യാതൊരു ബന്ധമില്ല എങ്കിൽ അദ്ദേഹത്തിന് ആ രൂപത്തിലേക്ക് പറയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഈ TG നന്ദകുമാർ എന്ന് പറയുന്ന ഈ ദല്ലാൾ, ആ ദല്ലാളുമായി EP ജയരാജനും അദ്ദേഹത്തിന്റെ മകനും ബന്ധമുണ്ട്. ആ മകന് ബന്ധമുള്ളത് കൊണ്ടാണ് മകന്റെ ബർത്ത്ഡേ അവിടെ നടക്കുമ്പോൾ ഈ പിന്നെ ദല്ലാൾ അറിയണമെങ്കിൽ ദല്ലാൾ എന്താ പിന്നെ വാന നിരീക്ഷകനോ അല്ലെങ്കിൽ നിരീക്ഷകനെങ്ങാനാണോ അല്ലെങ്കിൽ പിന്നെ ജ്യോതിശാസ്ത്രജ്ഞനെങ്ങാനാണോ EP ജയരാജന്റെ വീട്ടിൽ മകന്റെ ബർത്ത്ഡേ നടക്കുന്നതെന്ന് പറയാതെ അറിയില്ലല്ലോ. അപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, വിളിച്ചു വരുത്തിയത് തന്നെയാണ് എന്ന് സംബന്ധിച്ച് ഒരു തർക്കമില്ല. ഇപ്പൊ വന്നു, കണ്ടു, ചായ കുടിച്ചു, പിരിഞ്ഞു എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് വെറും ചായ ഒന്നും അല്ലാതെ കുടിച്ചത് വളരെ കൃത്യമായ രൂപത്തിൽ ധാരണ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1-ാം തീയതി വരുമ്പോൾ മാത്രമേ നമുക്ക് അതേക്കുറിച്ചുള്ള ഒരു കൃത്യത ലഭിക്കുകയുള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമായി തുടരും. വളരെ നന്ദി ശ്രീ റിജിൽ മാക്കുറ്റി, ശ്രീ അസ്കർ, ശ്രീ പിന്റു മഹാദേവ് ഇത്രയും സംസാരിച്ചു.